ഘട്ട നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുകയാണ്. ഇപ്പോൾ വി മുരളീധരൻ അടക്കമുള്ളവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇനി ആരൊക്കെയാണ് മണ്ഡലത്തിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ളത്? ഭവ്യ, ആറ്റിങ്ങൽ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി വി മുരളീധരനാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അദ്ദേഹത്തോടൊപ്പം PK കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുണ്ടായിരുന്നു, BDJSന്റെ നേതാക്കളുണ്ടായിരുന്നു. പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് കളക്ടറേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ആറ്റിങ്ങലിൽ UDF LDF സ്ഥാനാർത്ഥികൾ ഇനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതുണ്ട്. ഏപ്രിൽ 4 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. 5-നാണ് സൂക്ഷ്മ പരിശോധന. അതേ തരത്തിൽ തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലും. ഇതുവരെ 4 പത്രികകൾ ഇതിനകം സമർപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികളാരും തന്നെ സമർപ്പിച്ചിട്ടില്ല. നാളെയും മറ്റന്നാളുമായും ഒക്കെയുമാണ് ഈ നാമനിർദ്ദേശ പത്രിക. നാളെ അവധിയാണ്. അത് കഴിഞ്ഞിട്ട് ഉള്ള ദിവസങ്ങൾ ആ നിലയ്ക്ക് പത്രിക സമർപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. UDF NDA സ്ഥാനാർത്ഥികൾ യഥാക്രമം 3-4 തീയതികളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലയ്ക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടരുകയാണ്. ആറ്റിങ്ങലിനെ സംബന്ധിച്ച് വലിയ പോരാട്ടം നടക്കുന്ന ഒരിടമാണ്. അവിടെ ത്രികോണ മത്സരം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം. സിറ്റിംഗ് MP UDFന്റെ അടൂർ പ്രകാശാണ്. LDFന്റെ സ്ഥാനാർത്ഥിയും കരുത്തനായ വ്യക്തിത്വമാണ് V ജോയ്. അദ്ദേഹം MLA ആണ്. മാത്രവുമല്ല ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം മത്സര രംഗത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സംഘടനാ സംവിധാനത്തിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. BJPയുടെ സ്ഥാനാർത്ഥി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകിയ വി മുരളീധരൻ, അദ്ദേഹത്തിന് ഈ കെട്ടിവെക്കാനുള്ള തുക നൽകിയത് ഉക്രൈനിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളാണ്. നമുക്കറിയാം, റഷ്യ-ഉക്രൈൻ യുദ്ധമുണ്ടായപ്പോൾ അവിടെ നിന്ന് വിദ്യാർത്ഥികളെ ഒരു പരിക്കുമില്ലാതെ, അവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തന്നെ അവരെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു. അതിൻ്റെ ഒരു സ്നേഹ സമ്മാനമായി ഈ തുക നൽകുന്നുവെന്നാണ് ആ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസമാണ് ഈ തുക അവർ കൈമാറിയത്. സമാനമായ രീതിയിൽ തന്നെ പല സംഘടനകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യക്തിത്വങ്ങളോ ആയിരിക്കും മിക്കവാറും മറ്റ് സ്ഥാനാർത്ഥികൾക്കും ഈ കെട്ടിവയ്ക്കാനുള്ള തുക നൽകുക. ഒരുപക്ഷെ തൊഴിലാളി സമൂഹത്തിൽ നിന്നുള്ള തുകയായിരിക്കും പന്ന്യൻ രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള ഇടത് സ്ഥാനാർത്ഥികൾക്കായി ഇങ്ങനെ കെട്ടിവയ്ക്കുന്ന തുകയായി നൽകാൻ ഇടയുള്ളത്. ൊക്കെയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും വലിയ പോരാട്ടം തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും വലിയ മത്സരങ്ങൾ നടക്കുന്നു. 5-നാണ് സൂക്ഷ്മ പരിശോധന നടക്കുന്നത്. 26-ന് തിരഞ്ഞെടുപ്പ്. 8-ാം തീയതി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസമാണ്. ഏതായിരുന്നാലും വലിയ പോരാട്ട ചൂടിനിടയിലാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണവുമായി മുന്നോട്ട് പോകുന്നത്. ഭവ്യ, ശരി. ലോക്സഭാ